മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. കൊല്ലം നീണ്ടകരയിലെ കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം PPP മാതൃകയിൽ വികസിപ്പിക്കുന്നതിന്റെ അനുമതി പത്രം കൈമാറ്റ ചടങ്ങിൽ KSU UDF പ്രതിഷേധം. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ലിജോ റോളൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിജോ, എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്? പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും? അല്പസമയം മുൻപായിരുന്നു നീണ്ടകരയിലെ ഈ പ്രതിഷേധം നടന്നത്. പോലീസ് അതിന് പിന്നാലെ സ്ഥലത്തെത്തി അവിടെ നിന്നും മാറ്റി. പ്രതിഷേധത്തിന് കാരണമായി പറയുന്ന ഇതാണ്: ഈ കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം PPP മാതൃകയിൽ ഇത് വികസിപ്പിക്കുന്നതിന് അനുമതി പത്രം കൈമാറ്റ ചടങ്ങാണ് അവിടെ നടക്കേണ്ടിയിരുന്നത്. അതിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവനാണ് ആ അനുമതി പത്രം കൈമാറുകയും ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ കെട്ടിടം അവിടെ വരികയും ഏകദേശം 10 ഏക്കറോളം സ്ഥലം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകാതെ ഇത്തരത്തിൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം നടത്തിയത്. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. വനിതാ പ്രതിഷേധക്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി മുദ്രാവാക്യം മുഴക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. എന്നാൽ അതിന് പിന്നാലെ പോലീസ് പോലും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ വേദിയിലേക്ക് കടന്നു കയറുകയും അവിടെ ഒരുക്കിയിരുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കസേരയും ആ മേശ ഒരുക്കിയിരുന്നതെല്ലാം തന്നെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം അത്രയും മന്ത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ അനുമതി പത്രം വാങ്ങേണ്ടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ പോലീസ് എത്തുകയും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുകയും ആ ചടങ്ങ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.